സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ കുപ്രസിദ്ധമായ മതപരിവർത്തന വിരുദ്ധ നിയമത്തിന്റെ മറവിൽ കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 6 ക്രൈസ്തവർക്ക് മോചനം. സോൻഭദ്രയിലെ ജില്ലാ കോടതിയാണ് മതപരിവർത്തന വിരുദ്ധ നിയമം ലംഘിച്ചതിന്റെ പേരിൽ ഇക്കഴിഞ്ഞ നവംബർ അവസാനം അറസ്റ്റിലായ 6 ക്രൈസ്തവർക്ക് ക്രിസ്തുമസിന് മുന്നോടിയായി ജാമ്യം നൽകിയത്. രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായ 42 പേരിൽ ഉൾപ്പെടുന്നവരാണ് ഇവർ 6 പേരും. തന്റെ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുവാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാരവാഹികളിൽ ഒരാളായ നാർസിംഗ് തങ്ങളോട് പ്രതികാരം ചെയ്തതാണെന്ന് ക്രൈസ്തവർ കോടതിയെ അറിയിക്കുകയായിരുന്നു. ക്രിസ്തുമസിന് പാക് ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് സമീപം കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. ക്രിസ്തുമസിന് ഒരാഴ്ച മാത്രം അവശേഷിക്കെയാണ് പാകിസ്ഥാനിലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് സമീപം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയത്. പഞ്ചാബ് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഉസ്മാൻ അൻവറിന്റെ നിർദ്ദേശപ്രകാരം റാവൽപിണ്ടിയിൽ മാത്രം സുരക്ഷയ്ക്കായി 432 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിപ്പിച്ചിട്ടുള്ളത്. സമഗ്രമായ സുരക്ഷാ പദ്ധതി തയ്യാറാക്കാൻ പഞ്ചാബ് പോലീസ് തീവ്രവാദ വിരുദ്ധ വകുപ്പ്, ട്രാഫിക് പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ച്, പഞ്ചാബ് ഹൈവേ പട്രോൾ എന്നിവയ്ക്ക് പഞ്ചാബ് പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. 400 വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വിശ്വാസികളെ സ്മരിച്ച് ജപ്പാനിലെ കത്തോലിക്ക സഭ. 400 വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്ത് കൊല ചെയ്യപ്പെട്ട 50ഓളം വരുന്ന ക്രൈസ്തവ രക്തസാക്ഷികളെ അനുസ്മരിച്ച് ജപ്പാനിലെ കത്തോലിക്ക സഭ 1623 ഡിസംബർ 4-ാം തീയതി എഡോ എന്നറിയപ്പെടുന്ന നഗരത്തിലെ പാലത്തിൽ വെച്ച് അവരെ അഗ്നിക്കിരയാക്കുകയായിരുന്നു. ഈ നഗരമാണ് പിന്നീട് ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ടോക്കിയോ ആർച്ച് ബിഷപ്പ് ടാൻസിസിയോ ഇസാവോ രക്തസാക്ഷികളായ ക്രൈസ്തവരുടെ സ്മരണാർത്ഥം തക്കനാവോ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഇവർ കൊല ചെയ്യപ്പെട്ട ഫുഡാനോ സുജി എന്ന സ്ഥലത്ത് നേരിട്ടെത്തി പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. ഗാസയിലെ കത്തോലിക്ക ദേവാലയ പരിസരത്ത് ആക്രമണം, 2 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. അപലപിച്ച് ഫ്രാൻസിസ് പാപ്പ. ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ഇടവക ദേവാലയത്തിനു നേരെ ശനിയാഴ്ചയുണ്ടായ ആക്രമണത്തിൽ 2 ക്രിസ്ത്യൻ വനിതകൾ കൊല്ലപ്പെട്ടതായി ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ് വ്യക്തമാക്കി. ഡിസംബർ 16-ന് ഉച്ചയോടെ ഗാസയിലെ ഹോളി ഫാമിലി ഇടവകയ്ക്കുള്ളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന 2 ക്രിസ്ത്യൻ സ്ത്രീകൾ ദാരുണമായി കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നഹിദ, മകൾ സമർ എന്നിവർ പള്ളിവളപ്പിലുള്ള മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യസ്തരുടെ കോൺവെന്റിലേക്ക് നടക്കുമ്പോൾ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് ലാറ്റിൻ പാത്രിയാർക്കേറ്റ് അറിയിച്ചു. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സൈനികർ നടത്തിയ ആക്രമണത്തിലാണ് സ്ത്രീകൾ കൊല്ലപ്പെട്ടതെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ് ആരോപിച്ചു. ഇതിനിടെ ക്രൂരമായ കൊലപാതകത്തെയും ആക്രമണങ്ങളെയും അപലപിച്ച് ഫ്രാൻസിസ് പാപ്പ രംഗത്ത് വന്നിരുന്നു. ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയോടൊപ്പമുള്ള സന്ദേശത്തിലാണ് പാപ്പ തന്റെ ദുഃഖം പ്രകടിപ്പിച്ചത്. എന്നാൽ ഗാസയിലെ പള്ളിയിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു. ഡിസംബർ 17-ന് നടന്ന സൺഡേ ആഞ്ചലസിന് ശേഷം ആക്രമണത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ രൂക്ഷമായി അപലപിച്ചതിന് പിന്നാലെയാണ് IDF പ്രസ്താവന. ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ വ്യക്തി കേന്ദ്രമായിരിക്കണം ഫ്രാൻസിസ് പാപ്പ. ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ വ്യക്തി കേന്ദ്രീകൃതമായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ അക്വാ വീവ ദെല്ലെ ഫോന്തിയിലെ ഫ്രാൻചെസ്കോ മിയൂളി ആതുരാലയത്തിലെ ജീവനക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യക്തി കേന്ദ്രീകൃതവും ശാസ്ത്രീയവുമായ ഗവേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നതുമായിരിക്കണമെന്നും പാപ്പ പറഞ്ഞു. 9 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദരിദ്ര രോഗികൾക്കായുള്ള ആതുരാലയമായി സ്ഥാപിതമായ പുരാതനമായ ഈ സ്ഥാപനം ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം ലഭ്യമാകുന്ന സുരക്ഷിതമായ ഒരു അഭയസ്ഥാനമാണ്.